ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ ഫാമിലേക്ക് പുതിയ ഫിഷുകളെ ഒന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ലോബ്സ്റ്റേഴ്സിനെയാണ് ഇറക്കിയിട്ടുള്ളത്. അത് നമ്മളെ ക്രാഫിഷ് എന്ന് പറയുന്ന സാധനം 2 പെയർ നമ്മൾ കൊറിയറായിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏകദേശം തിരുവനന്തപുരത്തിൻ്റെ അപ്പുറത്തുനിന്നാണ് സാധനം എത്തിയിട്ടുള്ളത്. നമ്മൾ രാവിലെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് തലശ്ശേരി പ്രൊഫഷണൽ കൊറിയർ ഓഫീസിൽ പോയി ഉച്ചയ്ക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. അയച്ചിട്ട് ഏകദേശം 1.5 ദിവസത്തോളം ആയി എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ജീവനോടെ കിട്ടുമോ എന്നുള്ളത് ഒരു പേടിയുണ്ടായിരുന്നു. എന്നിരുന്നാലും നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. കറക്റ്റ് ജീവനോടെ തന്നെ നമുക്ക് 2 പെയറിനെ കിട്ടിയിട്ടുണ്ട്. ഒരു പെയർ റെഡും ഒരു പെയർ ബ്ലൂ ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. കൺഫേം പെയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടായിരുന്നത്. കൺഫേം പെയർ തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല പാക്കിംഗ് ആയതുകൊണ്ട് തന്നെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല ടൈറ്റിലായിരുന്നു പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും പഞ്ച് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. എയർ ലേശം കുറഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇത്രയും സമയമെടുത്ത് വന്നതല്ലേ, അതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഫിഷ് നല്ല ആക്റ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. പോരാതെ നല്ല പാക്കിംഗ് ആണ്. കാരണം നല്ല തടിച്ച LD കവർ തന്നെയാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. കാരണം ക്രാബിഷ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുറുങ്ങ കൊണ്ട് മുറിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ലീക്കായിട്ട് ഫുള്ള് ഡെഡാകാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് തന്നെ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബദാം ലീഫ് ഇട്ട വെള്ളം ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, വെള്ളത്തിൻ്റെ കളർ ഇപ്പോൾ ഈ ഒരു ഷെയ്ഡിലാണ് നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത്, ബ്രൗൺ കളർ. അതായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓരോന്നിനും ഓരോ പാക്കിലാക്കി സിംഗിൾ പാക്കായിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫിഷിനെ എടുത്തിട്ടുള്ളത് നീറ്റ് ഫിഷ് ഫാം എന്ന് പറഞ്ഞുള്ള ഒരു വലിയ ഫാമിൽ നിന്നാണ്. നാല് പീസ് 4 കവറിലാക്കിയിട്ട് 12.6 LD കവറിലാണ് പാക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. എയർ കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ അത് എയർ കുറച്ച് പാക്ക് ചെയ്തതാണോ എന്നറിയില്ല. കാരണം എയർ ടൈറ്റിലാകുമ്പോൾ ഈ കുറുങ്ങ തട്ടിയിട്ട് പെട്ടെന്ന് ലീക്കാകാൻ ചാൻസ് കൂടുതലായിരിക്കുമല്ലോ. ഇനി അങ്ങനെയുള്ളത് കൊണ്ട് എയർ കുറച്ച് പാക്ക് ചെയ്തതാണോ എന്നറിയില്ല. സീൽ ചെയ്തിട്ട് അതിന് ശേഷമാണ് കേട്ടോ കവർ പാക്ക് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് പ്ലാന്റ്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ട് ആ വീഡിയോയിൽ. അത്യാവശ്യം നല്ല ആക്റ്റീവ് ഫിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ലോബ്സ്റ്റർ ബ്ലൂവും റെഡ്. നമ്മൾ കുറേയായി വിചാരിക്കുന്നു ഫാമിൽ ഈ ഒരു ഐറ്റത്തിന് ബ്രീഡിംഗ് പെയർസ് ഇറക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്കതിനൊരു അവസരം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവന്മാരെ പിടിച്ചിട്ട് ടാങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മൾ ഒരു ദിവസം മുമ്പ് തന്നെ ടാങ്കിൽ വെള്ളമൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവന്മാർക്ക് വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു ടബിലാണ് ഇതിൽ ഒരു പെയറിനെ നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്നത്. അവർക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 പൈപ്പ് കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാക്കിങ് കുറച്ച് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അഴിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി. അവസാനം പാക്ക് കീറിയെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം അഴിച്ചപ്പോഴാണ് കണ്ടത് പാക്കിങ് സീൽ ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കീറിയെടുക്കാതെ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് മൊത്തത്തിൽ കീറി എടുത്ത് വെള്ളത്തിലേക്ക് ഇടുക ചെയ്തത്. ആദ്യം നമ്മൾ എടുത്ത പാട് ടെമ്പറേച്ചർ ഒന്ന് റെഡിയാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് ആ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തുറന്നിളക്കിയത്. ലോബ്സ്റ്റേഴ്സിനെ നമ്മൾ കുറേ കാലമായിട്ട് എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നതാണ്. ഇപ്പോൾ നല്ലൊരു ഓഫറിൽ കിട്ടിയതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു കവർ ഒട്ടിച്ച് അതിലേക്ക് വെച്ചിട്ടുണ്ട്. എന്തായാലും ഫിഷ് ആക്റ്റീവാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പേടി ഉണ്ടായിരുന്നത് എന്തായാലും മാറി കിട്ടി. കാരണം കംപ്ലൈൻ്റ് ആയി പോകുന്നുള്ള നല്ലൊരു പേടി ഉണ്ടായിരുന്നു. ഇത്രയും ലോങ് വരുന്നതല്ലേ. എന്നിരുന്നാലും ആൾ ആക്റ്റീവായതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല.
നമ്മൾ പതിയെ അതിൻ്റെ അകത്തൊക്കെ തുറന്നിളക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ട് അഡൽട്ട് ആണ് എന്നങ്ങനെ തോന്നുന്നില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ സെറ്റാകുമായിരിക്കും. ഒരാളെ ഇറക്കി വിട്ടിട്ടുണ്ട്, ഇടത്തെ ആളെയും കൂടി ഒന്ന് ഇറക്കി വിടാം. രണ്ടാളെയും അങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി അവരായി, അവരെ ജീവിതമായി, അവരെ കുഞ്ഞുങ്ങളായി നമുക്ക് വലിയ രീതിയിൽ സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം. ലോബ്സ്റ്റേഴ്സിന് ഇപ്പോൾ എന്താ വെച്ചാൽ നല്ല എൻക്വയറി വരുന്നുണ്ട്. നമുക്ക് ഹോൾസെയിലിൽ നിന്ന് കിട്ടുന്നത് നല്ല റേറ്റിലായതുകൊണ്ട് തന്നെ നമുക്കത് സെയിൽ ചെയ്യാനും നല്ല വിലയിൽ തന്നെ സെയിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറഞ്ഞ വിലയിൽ നമുക്കതൊന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ധാരണയിലാണ് ഞാനിപ്പോൾ കൺഫേം പെയർ എന്ന രീതിയിൽ ഫാമിൽ നിന്ന് തന്നെ നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് കുഞ്ഞുങ്ങൾ ഇറങ്ങി നമുക്ക് ഷോപ്പിലേക്ക് കുറഞ്ഞ റേറ്റിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓൾറെഡി ഷ്രിമ്പൊക്കെ നമ്മൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. ഷ്രിമ്പ് നമ്മൾ പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ വലിയ റേറ്റിന് നമുക്ക് സെയിൽ ചെയ്യേണ്ടി വരും. നമ്മൾ തന്നെ പ്രൊഡക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നോർമൽ, അതായത് കസ്റ്റമേഴ്സിന് ചെറിയ വിലക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിലൊരാൾ ഇപ്പോൾ ആ പൈപ്പിനകത്തേക്ക് കയറി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇവരൊക്കെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം. ലോബ്സ്റ്റേഴ്സ്, ഷ്രിംസുകൾ മാത്രം ചെയ്യുന്ന ഒരുപാട് ടാങ്കൊക്കെ സെറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്ത ഘട്ടം എന്നുള്ളതിൽ നമ്മൾ വെറൈറ്റി ഷ്രിംസുകൾ കൂടി നമ്മൾ ഇറക്കുന്നുണ്ട് ഫാമിലേക്ക്. എന്നാൽ പക്ഷേ നമ്മളെ ഫാമിൽ നമ്മൾ വിചാരിച്ച പോലെ വലിയ രീതിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാരണങ്ങളും കൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് തന്നെ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ബാക്കിയുള്ള സ്പേസിൽ നമുക്കൊണ്ടാകുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ടാങ്കുകളും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. നമ്മളെ ഗുജറി ആക്രിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്രിഡ്ജ് ബോക്സൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്രിഡ്ജ് ബോക്സിനൊക്കെ ഒടുക്കത്തെ വിലയാണ് അവർ പറഞ്ഞുകൊണ്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച്. ഇതാണ് കേട്ടോ മറ്റൊരു പെയർ വരുന്ന ബ്ലൂ ലോബ്സ്റ്റേഴ്സ്. കുറേ നമ്മൾ പാക്ക് തുറന്നിളക്കുകയാണ്. ഇപ്പം നല്ല ആക്റ്റീവായിട്ടാ ഫിഷ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളതുപോലെ തന്നെ പൈപ്പ് വെച്ചിട്ടുണ്ട്. പഴയൊരു പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവന്മാർ കുറച്ച് നേരം പുറത്തൊക്കെ നിൽക്കും കേട്ടോ. നമ്മളെ കയ്യിലൊക്കെ എടുത്ത് കുറച്ച് നേരം നിർത്തിക്കാനൊക്കെ പറ്റും. ബാക്കി നോർമൽ ഫിഷ് പോലെയല്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറച്ച് പുറത്ത് നിന്നാലും വലിയ പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ആക്രി പോയിട്ട് ഫ്രിഡ്ജ് അങ്ങനെ കിട്ടിയില്ല. അപ്പോൾ നമ്മളിവിടുന്ന് വാട്ടർ ടാങ്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ഓണർ ഇല്ലാത്തതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. ഉടൻ തന്നെ നമ്മളത് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബേസിൻ തന്നെയാണ്. മെയിനായിട്ട് ബേസിനിൽ ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ബേസിനാകുമ്പോൾ ഒരു പീസിന് 100 രൂപക്കൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട്. ഒരു 10-40 ബേസിന് വാങ്ങിയിട്ട് അതിൻ്റെ അകത്തേക്ക് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്താലോ നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. നമ്മൾ ലോബ്സ്റ്റേഴ്സ് കൂടാണ്ട് നമ്മളെ കാലിക്കറ്റുള്ള നമ്മളെ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളൊരു ബ്രീഡർ ഉണ്ടായിരുന്നു, ധനേഷ് ഭായിയുടെ ഫാമിൽ പോയിട്ട് നമ്മൾ കുറച്ച് റെഡ് ഷ്രിംസും അതുപോലെ തന്നെ സാന്താക്ലോസ് ഗപ്പീസ് കൂടി നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ലോബ്സ്റ്റേഴ്സ് എന്തായാലും ഹാപ്പിയാണ്, ആക്റ്റീവാണ്. ഇനി അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം. എന്തായാലും ബ്ലൂവും ഇതും ഓക്കെ നിൽക്കുന്നുണ്ട്. കാണുന്നതാട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ഗപ്പി, നമ്മൾ ധനേഷ് ഭായിയുടെ ഫാമിൽ നിന്ന് എടുത്തിട്ടുള്ള സാന്താക്ലോസ് ഗപ്പീസ് കേട്ടോ. നമ്മൾ ഏകദേശം 40 പീസോളം എടുത്തിട്ടുണ്ട്. ഹോൾസെയിലായിട്ട് എടുത്തതാണ്. നമ്മളിതിൽ കുറച്ച് പേരോളം നമ്മളിവിടെ വെച്ചിട്ട് ബാക്കി ഷോപ്പിൽ വെച്ച് സെയിൽ ചെയ്യാനാണ് പ്ലാന്. കാരണം ഇത്രയും ബ്രൂഡ് സ്റ്റോക്കുകൾ ഒന്നിച്ചെടുത്ത് കാര്യമില്ല. അതിനൊന്നുള്ളത് പകുതിയെങ്കിലും ഷോപ്പിൽ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുപോലെ നമ്മൾ 100 പീസ് റെഡ് ഷ്രിംസ് കൂടി എടുത്തിട്ടുണ്ട്. ഇതും ബ്രീഡിങ് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടാങ്കിലേക്ക് മാറ്റാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഏകദേശം 2-3 ടബിലായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ടബിൽ മാത്രമായിട്ട് ചെയ്യാൻ നിൽക്കില്ല. അതൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. അപ്പോൾ ഗൈസ്, നമ്മളിതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ കൂടെ ജോയിൻ ചെയ്യുക.
നമുക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും തരിക. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസിനായി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മളങ്ങനെ ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളെ അടിയിൽ പൂഴിയാണ് കേട്ടോ ഇട്ടുള്ളത്. ഷ്രിംസിന് വേണ്ടിയിട്ട് നല്ലോണം പൂഴി കഴുകി സെറ്റാക്കി വെച്ചിട്ട് അതിലേക്കാണ് ഷ്രിംസിനെ ഇറക്കി വിടുന്നത് കേട്ടോ. ഇനി കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ്. അങ്ങനെ 100 പീസ് അതിൽ സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് ബാക്കി അപ്ഡേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അതെല്ലാം നല്ല എഗ്ലോട്ടഡായിട്ടുള്ള സാധനം തന്നെയാണ് മൂപ്പര് തന്നിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബായ്.